ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്കാലപ്പ് വർക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിലുള്ള ക്യാൻവാസ് ഞാൻ തുണീൻ്റെ ചീത്ത വശത്ത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്ത് ഇതുപോലെ എത്ര ഇഞ്ചിലാണ് കർവ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മെഷീനിൽ ലെങ്ത് 0 to 1 ഇടയിലും സെലക്ടർ സിയിൽ ടെൻഷൻ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മെഷീനിൽ ചെയ്യാനുള്ളത്. ശേഷം നമുക്ക് ഇതുപോലെ ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണവർ വേസ്റ്റ് തുണിയിലൊന്ന് ഇതുപോലെ അടിച്ച് നോക്കുക. കൈ ഉണ്ടെങ്കിൽ മാത്രം പുതിയ തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ പതുക്കെ നിർത്തി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ലാസ്റ്റ് ആ കോണിലെത്തുമ്പോൾ നമുക്ക് സൂചി ഒന്ന് കുത്തി ഇറക്കിയിട്ട് തുണി തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തുമ്പുകൾ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കത്രിക വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ കത്രികയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ കഴിയും. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിൽ തട്ടാതെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കോൺവശത്ത് എത്തുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴ്വശത്ത് ഉള്ള ക്യാൻവാസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തുമ്പുകളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിതുപോലെ സ്ലീവിലും ടോപ്പിൻ്റെ താഴ് ഭാഗത്തും ഇതുപോലെ സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്കിലൊക്കെ ഈ സ്കാലപ്പ് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.